ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ദിനത്തിൽ കേരളത്തിൽ ഒരു സംഭവം നടന്നിരുന്നു. വോട്ട് ചെയ്യാനെത്തിയ നടൻ മമ്മൂട്ടിയെ ബി.ജെ.പി. പ്രവർത്തകർ തടയാൻ ശ്രമിച്ച സംഭവം. തൃക്കാക്കര മണ്ഡലത്തിലെ പൊന്നുരുന്നി CLP സ്കൂളിലാണ് മമ്മൂട്ടി ഇത്തവണ വോട്ട് ചെയ്യാനെത്തിയത്. മമ്മൂട്ടി വോട്ട് ചെയ്യാനെത്തിയതോടെ മമ്മൂട്ടിയുടെ ഫോട്ടോ എടുക്കാനായി മാധ്യമ പ്രവർത്തകർ അല്പം തിരക്കുകൂട്ടി. പക്ഷേ ഇത് കണ്ട ബി.ജെ.പി. പ്രവർത്തകർക്ക് ഹാലിളകുകയായിരുന്നു. അവർ മമ്മൂട്ടിക്കെതിരെ പ്രതിഷേധമുയർത്തി. പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയതാവട്ടെ തൃക്കാക്കരയിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി എസ് സജിയുടെ ഭാര്യ രശ്മിയാണ്. മമ്മൂട്ടിക്ക് എന്താ കൊമ്പുണ്ടോ? മാധ്യമപ്രവർത്തകർ ദൃശ്യങ്ങൾ പകർത്തുന്നത് മറ്റു വോട്ടർമാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു ബി.ജെ.പി. സ്ഥാനാർത്ഥി എസ് സജിയുടെ ഭാര്യ രശ്മിയുടെ പ്രതിഷേധം. പക്ഷേ മമ്മൂട്ടി വോട്ട് ചെയ്യാൻ വന്ന ഈ സമയം ബൂത്തിൽ മറ്റു വോട്ടർമാർ ആരും ഉണ്ടായിട്ടില്ല. അതായത് മമ്മൂട്ടി വോട്ട് ചെയ്യാനെത്തിയതും മാധ്യമപ്രവർത്തകർ ഫോട്ടോ എടുക്കാൻ തിരക്ക് കൂട്ടിയതും ഒരു വോട്ടറിനെ പോലും ബാധിച്ചില്ല എന്ന് സാരം. പക്ഷേ ബി.ജെ.പി. സ്ഥാനാർത്ഥിയുടെ ഭാര്യയുടെയും ബി.ജെ.പി. പ്രവർത്തകരുടെയും പ്രതിഷേധം മറ്റു വോട്ടർമാർക്ക് മമ്മൂട്ടി ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു. കൂടാതെ തൃക്കാക്കര മണ്ഡലത്തിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി എസ് സജി വോട്ട് ചെയ്യുന്ന ചിത്രം മാധ്യമപ്രവർത്തകർ എടുത്തിട്ടില്ലെന്നും എന്നാൽ മമ്മൂട്ടി വോട്ട് ചെയ്യാൻ വരുന്ന ചിത്രം മാധ്യമപ്രവർത്തകർ എടുത്തതുമാണ് ബി.ജെ.പി. പ്രവർത്തകർ ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തിയതിന് കാരണമെന്ന് അന്ന് തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. എന്നാൽ വളരെ കൗതുകരമായ വാർത്ത എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ രീതിയിൽ മമ്മൂട്ടിക്കെതിരെ പ്രതിഷേധം നടത്തിയ രശ്മിയുടെ ഭർത്താവിന് കിട്ടിയ വോട്ട് എത്രയെന്നറിയാമോ? വെറും 15,483 വോട്ടുകൾ. അതായത് 2016 ഇതേ എസ് സജി ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി നേടിയതിനേക്കാൾ കുറവ് വോട്ടുകളാണ് ഇത്തവണ ലഭിച്ചിരിക്കുന്നത്. 2016 സജി 21,247 വോട്ടുകൾ തൃക്കാക്കരയിൽ നിന്നും നേടിയിരുന്നു. എന്നാൽ ഇത്തവണ അത് വെറും 15,483 വോട്ടിലേക്ക് ചുരുങ്ങി. തൃക്കാക്കര നിയോജക മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു കയറിയ UDFന്റെ PT തോമസ് 59,839 വോട്ടുകൾ നേടിയിരുന്നു. എസ് സജിയുടെ വോട്ട് നില ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ 44,356 വോട്ടുകൾ കുറവാണ് ബി.ജെ.പി. സ്ഥാനാർത്ഥിയായ എസ് സജിക്ക് ലഭിച്ചത്. മറ്റൊരു കൗതുകകരമായ സംഭവം എന്നാൽ തൃക്കാക്കരയിൽ മത്സരിച്ച 2020 സ്ഥാനാർത്ഥിയായ ടെറി തോമസ് നേടിയത് 13,897 വോട്ടുകളായിരുന്നു. ബി.ജെ.പി. സ്ഥാനാർത്ഥി എസ് സജി നേടിയത് 15,483 വോട്ടുകൾ. ചുരുക്കി പറഞ്ഞാൽ മമ്മൂട്ടിക്കെതിരെ വലിയ ശബ്ദമുയർത്തിയ രശ്മിയുടെ ഭർത്താവിന് 2020 പോലും പിടിച്ചു നിൽക്കാനായിട്ടില്ല എന്നതാണ് സത്യം. മമ്മൂട്ടിക്കെതിരെ വലിയ ശബ്ദമുയർത്തിയപ്പോൾ നിങ്ങളെന്തോ വലിയ മല മറിച്ചിടുമെന്ന് തോന്നി. എന്നാൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ വർഷം കിട്ടിയ വോട്ട് പോലും മമ്മൂട്ടിയോട് പ്രതിഷേധം കാണിച്ചതുകൊണ്ട് കിട്ടിയില്ല എന്നത് തന്നെയാണ് വാസ്തവം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.